ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചന എങ്ങനെ ആശുപത്രിയിലാണ്. അർച്ചനയെ ഡോക്ടർ മയക്കി കിടത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഗൂഗിളിന് ഒരു കോൾ വരുന്നു. മീറ്റിങ്ങിന് പങ്കെടുക്കാനായാണ് ഗൂഗിളിനെ വിളിക്കുന്നത്. തൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണെന്നും മീറ്റിംഗ് മാറ്റി വയ്ക്കാനും ഇപ്പോൾ ഗൂഗിൾ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ശോഭന പറയുന്നുണ്ട്, നീ ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. അമ്മയില്ലേ ഇവിടെ, അമ്മ നോക്കിക്കോളാം എന്നൊക്കെ ശോഭന പറയുന്നത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, അത് വേണ്ട, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിലോ ഞാനും ഇവിടെ ഇരിക്കാം എന്നൊക്കെ ഗൂഗിൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഉടനെ ശോഭന പറയുന്നുണ്ട്, എന്തത്യാവശ്യം? ഇനി മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സമൃദ്ധിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഇത് നമ്മുടെ സമൃദ്ധിയല്ലേ, വെറുതെ ഇവിടെ ഇരുന്ന് നിന്റെ സമയം വെറുതെ കളയണ്ട. നിന്റെ തിരക്ക് എത്ര വലുതാണെന്ന് എനിക്കറിയില്ലേ. അമ്മ എല്ലാം നോക്കിക്കോളാം. ഇനിയിപ്പോൾ അത്യാവശ്യത്തിന് ആരെങ്കിലും വേണമെങ്കിൽ തന്നെ ഞാൻ ശിശിരിയെ വിളിച്ചോളാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് വീണ്ടും ഗൂഗിൾ പറയുന്നുണ്ട്, അത് വേണ്ട എന്ന്. ഇവളൊരു പെണ്ണല്ലേ, ഇവളെ നോക്കാൻ ഒരു പെണ്ണായി ഞാനിവിടെ ഇല്ലേ. അത്യാവശ്യത്തിന് ഞാൻ നേഴ്സിനെ മറ്റോ വിളിച്ചോളാം എന്നൊക്കെ ശോഭന ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് ഹോസ്പിറ്റലല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്, നീ ചെല്ല് എന്നൊക്കെ ശോഭന ഇപ്പോൾ ഗൂഗിളിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഗൂഗിൾ അവിടെ നിന്നും പോകുന്നു. ഗൂഗിൾ പോയ പുറകെ തന്നെ ശോഭന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും രക്ഷപ്പെട്ടു. ഇവൻ ഇവിടെ നിന്നാൽ എൻ്റെ പ്ലാനൊന്നും നടക്കില്ല. ഒരു കാര്യം ഉറപ്പായി, ഇനിയിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഓർമ്മ വരും. ഇനി ഒരിക്കൽ കൂടി ഇവളൊന്നും തന്നെ ഓർക്കാൻ ശിശിരയെ കൂടി വിളിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ശോഭന ശിശിരയെ വിളിക്കുന്നുണ്ട്. പോയടി, എല്ലാം പോയി, എല്ലാം കൈവിട്ടു പോയി. എനിക്കിവിടെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. നീ ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ എന്നൊക്കെ ശോഭന ഇങ്ങനെ ശിശിരയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിശിര പറയുന്നുണ്ട്, ഞാൻ റെഡിയായി, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും, അമ്മ കാര്യം പറയേ. ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട്, അവൾക്ക് പഴയതൊക്കെ ഓർമ്മ വന്നതുപോലെ അവളിപ്പോൾ പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിപ്പോൾ ഞെട്ടി നിൽക്കുന്നുണ്ട് ശിശിര. നമ്മളിനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്ത് വരാൻ പോവുകയാണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബം തകർന്ന് തരിപ്പണമാകും. ഇവിടെ എന്താ ഉണ്ടായതെന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ശോഭന ഇപ്പോൾ ശിശിരയോട് പറയുകയാണ്. നീ പറ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾക്ക് പഴയ ഓർമ്മയെല്ലാം വന്നിട്ടുണ്ട്, എനിക്കത് ഉറപ്പാണ്. പിന്നെ ഗോകുലിനെ ഒരു തരത്തിൽ ഞാൻ നിർബന്ധിച്ചാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവനിവിടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും നേരിടാൻ സാധിക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കുടുംബം ഇല്ലാതാകാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ശോഭന ഇങ്ങനെ പറയുന്നു. അവളിപ്പോൾ മയക്കത്തിലാണ്. എന്തായാലും ഈ മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അവൾ പഴയ സമൃദ്ധിയായി മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെ ശോഭന പറയുന്നുണ്ട്. അവൻ അറിയരുതൊന്നും, അവനറിഞ്ഞാൽ ഒന്നും തന്നെ ചെയ്യാൻ സമ്മതിക്കില്ല. അവൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ശിശിര ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ അവനെ പറഞ്ഞു വിട്ടത്, നീ ഒന്ന് വേഗം വാ, ഇതിനുള്ള പോംവഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ശോഭന ഇപ്പോൾ ശിശിരയോട് പറയുന്നു. അപ്പോൾ ശിശിര പറയുന്നുണ്ട്, അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ ദേ ഇറങ്ങി എന്ന് പറഞ്ഞ് ശിശിര ഇപ്പോൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങുകയാണ്. ശേഷം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചനയുടെ അരികിലേക്ക് ശോഭന വരുന്നുണ്ട്. അന്ന് പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശോഭന ആലോചിക്കുന്നുണ്ട്. സമൃദ്ധിക്കും അർച്ചനയ്ക്കും സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അർച്ചന എങ്ങനെയാണ് സമൃദ്ധിയാക്കിയത് എന്നുള്ളതിനെ പറ്റിയും എല്ലാം ശോഭന ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഈ സമയം ഇപ്പോൾ സച്ചിയെ കാണിക്കുന്നു. സച്ചിയെ പോലീസുകാർ നല്ലപോലെ ഉപദ്രവിക്കുകയാണ്. എങ്ങനെയെങ്കിലും സച്ചിയെ കൊണ്ട് ആ ഒരു കൊലപാതകം ചെയ്തത് സച്ചിയാണെന്ന് സമ്മതിപ്പിക്കണം. അതാണ് പോലീസുകാർ ചെയ്യുന്നത്. അതിനായി ഒരുപാട് അടിക്കുന്നുണ്ട് സച്ചിയെ. ആ അടിയെല്ലാം കൊണ്ടിട്ടും സച്ചി പറയുന്നുണ്ട്, ഞാനിത് സമ്മതിക്കില്ല എന്ന്. എനിക്ക് എൻ്റെ അർച്ചനയെ ഒന്ന് കാണണം എന്നാണ് ഇപ്പോൾ സച്ചി പറയുന്നത്. അങ്ങനെ ഇപ്പോൾ സാക്ഷിയെ കൊണ്ടുവരുന്നുണ്ട്. പോലീസിൻ്റെ മൂന്നാം മുറ എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേയുള്ളൂ എന്ന് രാജീവ് സച്ചിയോട് പറയുന്നു. സാക്ഷിയായി കൊണ്ട് നിർത്തിയിരിക്കുന്നത് മറ്റാരെയുമല്ല, മൂർത്തിയെ തന്നെയാണ്. നീ കണ്ണു നിറച്ച് കണ്ടോ, ഇവനാണ് സാക്ഷി. വെറും സാക്ഷിയല്ല, ദൃക്സാക്ഷി. അനിരുദ്ധനെ കൊല ചെയ്യുന്നത് കണ്ട സാക്ഷി. എന്താണ് മൂർത്തി യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നൊക്കെ രാജീവ് ഇങ്ങനെ മൂർത്തിയോട് ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്, സാർ, ഇവൻ അനിരുദ്ധനെ വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിനുശേഷം മൃതദേഹം ഇയാൾ ആ ചാക്കിലാക്കി പാറമടയിൽ ഉപേക്ഷിക്കുന്നതും ഞാൻ കണ്ടതാണ്. ഇതൊക്കെ കേട്ട് സച്ചി പറയുന്നുണ്ട്, ഇത് പച്ചക്കള്ളമാണെന്ന്. ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, കോടതിയിൽ താൻ ഇത് പറയാൻ തയ്യാറാവും അല്ലേ എന്നിങ്ങനെ മൂർത്തിയോട് ചോദിക്കുന്നുണ്ട്. ഞാനിത് എവിടെ വേണമെങ്കിലും പറയാം എന്ന് മൂർത്തിയും പറയുന്നു. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഇയാൾ വെറുതെ കള്ളം പറയുകയാണെന്ന് സച്ചി. ശരി, എന്നാൽ പോയിക്കോ എന്ന് പറഞ്ഞ് മൂർത്തിയെ പറഞ്ഞയക്കുകയാണ് രാജീവ്. തുടർന്ന് വീണ്ടും അർച്ചനയെ കാണിക്കുന്നുണ്ട്. അർച്ചനയെ ഡോക്ടർ വന്ന് പരിശോധിക്കുകയാണ്. അർച്ചനയുടെ BP ഒക്കെ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അങ്ങനെ ഇപ്പോൾ അർച്ചനയെ വിളിച്ചുണർത്തുന്നുണ്ട്. അങ്ങനെ അർച്ചന ഉണരുന്നു.
എന്നാൽ അർച്ചന ഉണർന്ന പാടെ തന്നെ മോളെയാണ് അന്വേഷിക്കുന്നത്. എൻ്റെ മോൾ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. മോള് കൂട്ടുകാരുടെ ഒപ്പം പോയത് നീ മറന്നോ? നീ തന്നെയല്ലേ ഗൗരി മോളെ കൂട്ടുകാരുടെ ഒപ്പം അയച്ചത് എന്നൊക്കെ ശോഭന ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. ഗൗരിമോളോ? ഏത് ഗൗരിമോള് എന്ന് അർച്ചന ചോദിക്കുന്നു. സമൃദ്ധിയുടെ മകളുടെ പേര് ഗൗരി എന്നാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അതെ എന്ന് പറയുന്നുണ്ട് ശോഭന. സമൃദ്ധി, അത് നിനക്ക് ഓർമ്മയില്ലേ എന്നിങ്ങനെ ശോഭന ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, സമൃദ്ധിയോ? അതാരാ? ഇതേതാ ഈ ആശുപത്രി? ഞാൻ എങ്ങനെയാ ഇവിടെ വന്നത് എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട്. നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിക്കാനല്ലേ ഞാനും ഗോകുലും കൂടി നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ശോഭന പറയുന്നത് കേട്ട് അർച്ചന ഇപ്പോൾ സംശയത്തോടെ ചോദിക്കുന്നു. ഗോകുലോ? ഏത് ഗോകുൽ? ഒരു തലവേദന വന്നുവെന്ന് വെച്ച് നിന്റെ സ്വന്തം ഭർത്താവിനെയും മകളെയും ഇപ്പോൾ എത്ര പെട്ടെന്ന് നീ മറന്നുപോയോ എന്നൊക്കെ ശോഭന ചോദിക്കുന്നത് കേട്ട് അർച്ചനയൊന്ന് ഞെട്ടുന്നുണ്ട്. ഈ സമയം ശിശിരയും അവിടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മ ഇതൊക്കെ എന്ന് ശിശിര ചോദിക്കുന്നു. മോളെ, ഇവള് പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോൾ ഇവൾക്ക് ഗൗരി മോളെയും ഗോകുലിനെയും ഒന്നും അറിയില്ലെന്ന്. എന്താ നിനക്ക് സംഭവിച്ചത്? സ്വന്തം ഭർത്താവിനെയും മകളെയും മറന്നുപോയോ എന്നൊക്കെ ശിശിരയും ചോദിക്കുന്നു. ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട്, എൻ്റെ മകൻ ഗോകുലാണ് നിന്റെ ഭർത്താവ്, നിന്റെ മകളുടെ പേരാണ് ഗൗരി എന്നൊക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിർത്ത്, നിങ്ങളൊക്കെ ആരാ? എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല. എൻ്റെ മോളുടെ പേര് ഗൗരി എന്നല്ല, ഭർത്താവിൻ്റെ പേര് ഗോകുലെന്നുമല്ല. നിങ്ങളെല്ലാവരും കള്ളം പറയുകയാണ്. എൻ്റെ മോളെ എന്തിനാണ് നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്? പറ, എൻ്റെ മോളെവിടെ എന്നൊക്കെ പറഞ്ഞ് അർച്ചന വീണ്ടും ബഹളം വെക്കുകയാണ്. എൻ്റെ മോളെ നീ കല്യാണം കഴിച്ചിട്ട് വർഷം 7-8ആയി, വെറുതെ ഭ്രാന്ത് പറയരുത് എന്നൊക്കെ ശോഭന പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് ആദ്യമായി കാണുന്നത്. എനിക്കിപ്പോൾ തന്നെ പോകണം. എൻ്റെ മോൾ എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അർച്ചന ഇപ്പോൾ പോകാൻ തുടങ്ങുകയാണ്. അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട് അർച്ചനയെ. നിന്റെ അസുഖം കാരണം അതിനൊക്കെ ആരെയും ഓർമ്മയില്ലാത്തത്. എല്ലാം ശരിയാകും. 2 ദിവസം ഈ ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ എല്ലാം മാറും. ഗോകുലും ഞാനും കൂടിയല്ലേ നിന്നെ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത്. അമ്മ പറയുന്നു ഒന്ന് കേൾക്ക് എന്നൊക്കെ ശോഭന ഇങ്ങനെ പറയുമ്പോൾ അർച്ചന ഇപ്പോൾ അവരെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് പറയുന്നുണ്ട്, തൊട്ടു പോകരുത് എന്നെ. മര്യാദയ്ക്ക് എൻ്റെ മോളെ തിരിച്ചു തന്നില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. ഇത് കേട്ട് ശിശിരയും ഇപ്പോൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അർച്ചനയെ കയറി. അപ്പോൾ പറയുന്നുണ്ട്, നീ ആരടി എന്നെ തടയാൻ? ദേ, എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അർച്ചന വീണ്ടും ബഹളം വയ്ക്കുന്നുണ്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കയറി പോകത്തേക്ക്, പിടിച്ചുകൊണ്ട് പോ ഇവരെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നൊക്കെ ആ അറ്റൻഡർ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായി ശ്രമിക്കുകയാണ്. അവിടെ നിന്ന് ഓടാൻ നോക്കുമ്പോൾ നേഴ്സുമാരെല്ലാവരും അറ്റൻഡേഴ്സും എല്ലാവരും കൂടെ വന്ന് അർച്ചനെ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. എല്ലാവരും കൂടെ എന്നെ എന്താ ഭ്രാന്തിയാക്കുകയാണോ എന്ന് അർച്ചന ചോദിക്കുന്നു. നോക്കി നിൽക്കാതെ ഇവരകത്തേക്ക് കൊണ്ടുപോകും എന്ന് അറ്റൻഡർ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അർച്ചനയെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അർച്ചനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നു. അങ്ങനെ വീണ്ടും മയക്കത്തിലേക്ക് പോവുകയാണ് അർച്ചന. തൽക്കാലം കുഴപ്പമില്ല, പക്ഷേ ഈ സിറ്റുവേഷൻ ഇനിയും ഉണ്ടാകാമെന്ന് ഡോക്ടർ പറയുന്നു. ഞങ്ങളിനി എന്ത് ചെയ്യും? സമൃദ്ധി ആരെയും തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊക്കെ ശോഭന ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, സമൃദ്ധിയുടെ ഹസ്ബൻഡ് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ കോടതിയിലേക്ക് കേസുമായി പോയതാണെന്ന് പറയുന്നുണ്ട് ശോഭന. ഇവിടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എന്നെ ഒന്ന് അത്യാവശ്യമായി വന്ന് കാണണമെന്ന് പറയണം എന്നൊക്കെ ഡോക്ടർ ഇപ്പോൾ ശോഭനയോട് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞാനൊന്ന് പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം, എന്നിട്ട് രണ്ടിലൊന്ന് തീരുമാനിക്കാം എന്ന് ശിശിരയോട് പറഞ്ഞിട്ട് ശോഭന ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ശോഭന ഇപ്പോൾ ഡോക്ടറെ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, വിഷമിക്കാനൊന്നുമില്ല, 2 ദിവസം കൊണ്ട് നേരെയാവാനുള്ള കാര്യമേ ഉള്ളൂ ഇത് എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടിപ്പോൾ ശോഭന പറയുന്നുണ്ട്, എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സമൃദ്ധിക്ക് ഈ അസുഖം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇതിനു മുന്നേയും ഇടയ്ക്കിടെ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവൾ മറ്റാരോ ആണെന്നുള്ള രീതിയിൽ പെരുമാറും, ചിലപ്പോൾ വയലൻ്റ് ആകും എന്നൊക്കെ ശോഭന പറയുന്നിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉടനെ ശോഭന പറയുന്നുണ്ട്, ഗൗരി മോള് കൂട്ടുകാരുമൊത്ത് പുറത്തേക്ക് ആഘോഷിക്കാനായി ഒന്ന് പോയി അതിനുശേഷമാണ് അർച്ചനയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നു. മകളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. മോള് രാത്രി പോയപ്പോൾ തൊട്ടു തുടങ്ങിയ തലവേദനയാണ്, ഇതുവരെ അത് മാറിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. സാരമില്ല, ഇത് നമുക്ക് നേരെയാക്കാം എന്ന് ഡോക്ടർ പറയുന്നു. പ്രധാന പ്രശ്നം അതല്ല ഡോക്ടർ, ആദ്യം ഇങ്ങനെയൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ 2-3 തവണയായിട്ട് ഇങ്ങനെ അസുഖം വരുമ്പോൾ അവൾ ഞങ്ങളെ തിരിച്ചറിയുന്നില്ല.
ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളെ പോലെയാണ് പെരുമാറുന്നത്. എൻ്റെ മോൻ്റെ ജീവിതം നശിക്കരുത് എന്നൊക്കെ ശോഭന പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ ശോഭന ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടിട്ട് ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇത് സിമ്പിളല്ലേ, അവരൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഡോക്ടർ എന്നെ സഹായിക്കണം. എനിക്ക് അവളെ പഴയതുപോലെ തിരിച്ചു കിട്ടണം. അവളെനിക്ക് മരുമകളല്ല, സ്വന്തം മകൾ തന്നെയാണ്. പക്ഷേ ഗൗരിമോളെ പോലും ഒറ്റയ്ക്ക് അവളോടൊപ്പം വിടാൻ എനിക്ക് ഭയമുണ്ട്. ഏത് സമയത്താണ് കുഞ്ഞിനോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഒരുപാട് തവണ 1-2 തവണ ഇതുപോലെ അസുഖം വന്നപ്പോൾ അവളെ പിടിച്ച് തള്ളിയിടുകയും അറിയാത്തതുപോലെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ശോഭന പറയുന്നത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അതിനൊരു വഴിയുണ്ട്. നാളെ തന്നെ നമുക്കത് ചെയ്യാം. പിന്നീട് ഒരിക്കലും സമൃദ്ധ മറ്റൊരാളായി മാറില്ലെന്നും സമൃദ്ധയുടേതല്ലാത്ത ഒരു ഓർമ്മയും പിന്നെ അവളുടെ ഉള്ളിൽ ഉണ്ടാകില്ലെന്നും ഡോക്ടർ പറയുന്നു. ഇത് കേട്ടപ്പോൾ ശോഭന പറയുന്നുണ്ട്, ഇതിനെങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ഇത് വലിയൊരു സഹായമാണ് ഡോക്ടർ ഇപ്പോൾ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.